ഹലോ, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ വീട്ടിൽ വിശേഷ ദിവസങ്ങളായ കല്യാണം, പെരതാമസം, മാമോദീസ അങ്ങനെയുള്ള ദിവസങ്ങളിൽ രാവിലെ വീട്ടിൽ വരുന്ന വിരുന്നുകാർക്ക് കൊടുക്കാനായിട്ട് 4 ഐറ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. കറുത്തപ്പം, വെളുത്തപ്പം, ഏത്തക്ക 4ആയി കട്ട് ചെയ്തത്, ഏത്തക്ക പുഴുങ്ങി 4ആയി കട്ട് ചെയ്തത്, പിന്നെ ചായയും. ആ കൂട്ടത്തിലെ വെളുത്തപ്പമാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഒരു മുറി തേങ്ങ കൊത്തി മിക്സിയിലേക്കിട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് പൾസ് ചെയ്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 4 ടീസ്പൂൺ പഞ്ചസാരയും. മധുരം കൂടുതൽ വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്യാം. കുറച്ച് വെള്ളവും ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 5 ഗ്രാം ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തു. ഈ മിക്സ്ചർ ഒരു പാത്രത്തിലേക്ക് മാറ്റി മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതും ഒന്ന് ചുറ്റിച്ച് അതും ഇട്ട് 6-8 പച്ചരിയുടെ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 തവി പച്ചരിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ കട്ടയില്ലാതെ കലക്കി ഒരു മൂടിയെടുത്ത് അടച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പൊടി നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു ഇഡ്ഡലിക്കലം വെച്ച് അതിലേക്ക് തട്ട് വെച്ച് ഒരു പ്ലേറ്റ് വെച്ച്, പ്ലേറ്റിൽ എണ്ണ തടവൊന്നും വേണ്ട, കാരണം തേങ്ങയുടെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തണുക്കുമ്പോഴേക്കും അപ്പം തന്നെ പോരും. അടച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചു. വെന്തോന്ന് സംശയം ഉണ്ടെങ്കിൽ നമ്മളൊരു ഈർക്കൽ കൊണ്ട് കുത്തി നോക്കിയാൽ അത് സ്റ്റിക്കി അല്ലെങ്കിൽ വെന്തെന്ന് അർത്ഥം. അപ്പോൾ അപ്പം വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. ഇത് ബീഫ് കറിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്, കാരണം അധികം മധുരം ഇല്ലാത്തതുകൊണ്ട് ബീഫ് കറിയുടെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. പഴയകാല പലഹാരം ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻജോയ് ചെയ്യുക.